നവകേരളം പടുത്തുയർത്തുക എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ തീർച്ചയായും അതിന്റെ ഒരു സമാന്തരമായ നിലയിലേക്കാണ് ഗവർണറുടെ നയപ്രഖ്യാപനം ഉണ്ടായത്. ആ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് തന്നെ വരികയാണ്. ഒപ്പം സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് ഏറ്റവും സമാധാനപരമായി വളരെ പോസിറ്റീവായും നെഗറ്റീവായുമുള്ള കാര്യങ്ങൾ സമൂഹത്തിനോട് സംവദിക്കുക, പരിശോധിക്കുക എന്നത് തന്നെയാണ്. അതിൽ രാഷ്ട്രീയമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ട്. ഈ ഘട്ടത്തിലെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നിഷ്പക്ഷമായി തന്നെയാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല വനിതാ മതിലിനെ അത്ര അപഹാസ്യമായി മാറ്റി നിർത്താൻ കഴിയുന്നതാണോ? എല്ലാ മാധ്യമങ്ങളും, കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഒരു ചരിത്രപരമായ അടയാളപ്പെടുത്തലായി. പിന്നെ അതിന്റെ മുന്നോട്ട് പോക്ക് നവോത്ഥാനത്തിന് എങ്ങനെ പിൻബലം നൽകും, ഈ സർക്കാരിന് എങ്ങനെ പിൻബലം നൽകും എന്നൊക്കെ ആശങ്ക പല മാധ്യമങ്ങളും ഉയർത്തിയിരുന്നു. അതിന്റെ മുന്നോട്ട് പോക്ക് ശരിയായ രീതിയിലായിരിക്കുമോ? അത്രയും കരുത്ത് പിന്നെയും നേടാനാകുമോ? ഈ ചർച്ചകൾ ഇന്നും തുടരുന്നുണ്ട്. പക്ഷെ ആ സംരംഭം, ആ കെട്ടിപ്പടുക്കൽ അത്ര പരാജയമായിരുന്നു എന്നുള്ള താങ്കളുടെ ഒരു ആക്ഷേപത്തിനാണ് ഒരുപക്ഷെ അബ്ദുൽ ഖാദർ അത്രയും നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പ്രതികരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അതിനകത്തൊരു കാര്യമുണ്ട്. ഈ ചർച്ചയെ സംബന്ധിച്ച് ഇതിപ്പോൾ പീപ്പിൾ ടി വി ആയതുകൊണ്ട് ഞാൻ പീപ്പിൾ ടിവിയുടെ അഭിപ്രായം പറയാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് എന്നെ പറയാൻ അനുവദിക്കൂ. തീർച്ചയായും അതിനപ്പുറത്തേക്ക് ഞാൻ പീപ്പിൾ ടിവിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറഞ്ഞ മൊത്തം കേൾക്കൂ. അതിനപ്പുറമായി എന്നോടൊപ്പം മറുഭാഗത്ത് നിന്ന് പങ്കെടുക്കുന്ന ആളുടെ അഭിപ്രായം പറയുന്നതല്ല വന്നിരിക്കുന്നത്. ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട്, UDF നിലപാട്, കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ പറയുക തന്നെ ചെയ്യും. അല്ല, മനസ്സിലാക്കൂ, ഞാൻ തീർക്കട്ടെ. അപ്പോ എനിക്ക് മറുഭാഗത്ത് നിൽക്കുന്നയാൾ ഏതൊക്കെ ചർച്ചയിൽ എങ്ങനെയൊക്കെ സംസാരിച്ചാലും ഞാൻ വളരെ സഹിഷ്ണുതയോട് കേട്ടുകൊണ്ടിരുന്നയാളാണ്. നിരവധി കാര്യങ്ങൾ പറഞ്ഞു, എന്റെ പേരെടുത്ത് തന്നെ പറഞ്ഞു, അപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരുന്നയാളാണ്. തിരിച്ച് ഞാൻ പറയുമ്പോൾ അതേ മര്യാദ കാണിക്കുകയും ആ ചർച്ചയിൽ അദ്ദേഹത്തിന് അവസരം കിട്ടുമ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുകയുമാണ് കൃത്യമായ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികൾ ചെയ്യേണ്ടത്. ഇവിടെ അതിന് വിരുദ്ധമായി എന്തെങ്കിലും പറയുമ്പോൾ ചാടി വീഴുക എന്നുള്ളതല്ല ഇവിടെ യഥാർത്ഥത്തിൽ ചർച്ചയിൽ ഉണ്ടാകേണ്ടത്. അത് ഇനി ഞാൻ പറഞ്ഞ തെറ്റായിക്കോട്ടെ, നിങ്ങൾ തിരുത്തിക്കൊള്ളൂ, നിങ്ങൾ അതിന്റെ വസ്തുതകൾ വെച്ചുകൊണ്ട് തിരുത്തിക്കൊള്ളൂ. അതിനപ്പുറമായി അങ്ങനെ പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യാൻ ഈ ചർച്ചയിൽ ഒരാൾക്കേ അവകാശമുള്ളൂ. ആങ്കറായ താങ്കൾക്ക് മാത്രം. ദൗർഭാഗ്യകരമായ കാര്യം, ഈ വിഷയത്തിൽ MLA ഇടപെട്ടപ്പോൾ പോലും താങ്കൾ ഇടപെടാൻ ശ്രമിച്ചില്ല. എന്റെ ഭാഗത്ത് ന്യായമായി കാര്യങ്ങൾ ഉണ്ടായിട്ടും രണ്ടുപേരെയും തുല്യരായി കണ്ട നിലപാട് ശരിയുമല്ല. ഞാൻ അവസാനിപ്പിക്കാം. പിന്നെ അങ്ങനൊന്നും ഭീഷണിപ്പെടുത്തി ആരെയും വഴി നിർത്താൻ ഇത് കേരളമാണ്. കൃത്യമായി ഇതിന് മറുപടി പറയൂ. അദ്ദേഹം സംസാരിച്ചതിന് ശേഷം മറുപടി പറയൂ. അതാണ് പ്രശ്നം. സ്വാഭാവികമായി ഉണ്ടാകും. ശരി, ഇപ്പോൾ ഞാൻ ഒരു ഘട്ടത്തിൽ ഇടപെടാൻ പറ്റില്ല. ഇടപെടാൻ വരികയുമില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നല്ലോ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അവസാനം മറ്റൊരു വാക്ക് പറഞ്ഞു. സംവാദങ്ങൾ സ്വാഭാവികമല്ലേ? ശ്രീ പറയൂ, നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് പിന്നെ പോകാം. ജ്യോതികുമാർ വീണ്ടും ആവർത്തിക്കുന്നു. പറഞ്ഞോളൂ. ആ കാര്യത്തിലേക്ക് വീണ്ടും ഞാൻ പറയുന്നു, അങ്ങയുടെ ഔദാര്യത്തിൽ വേണ്ട. ഞാനാണ് താങ്കളോട് ആവശ്യപ്പെടുന്നത് ജ്യോതികുമാർ ചാമക്കാല. അത് മതി, അങ്ങനെ മതി. ഈ വിഷയത്തിലേക്കാണ് ജ്യോതികുമാർ വരുന്നത്. അതെ, ഞാനായിട്ട് പ്രകോപനം ഉണ്ടാക്കിയിട്ടുമില്ല. ഈ വിഷയത്തിലേക്ക് വരും. അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇവിടെ നവോത്ഥാന മതിൽ, വനിതാ മതിലിനെ അങ്ങേയറ്റം ഞങ്ങൾ എതിർക്കുന്നു. അത് നവോത്ഥാന മൂവ്മെന്റേ ആയിരുന്നില്ല. ഒരു നിമിഷം തരൂ. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ഗവൺമെന്റാണ് ആദിവാസിക്ക് ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി കൊടുക്കുമെന്ന് പറയുന്നു. അട്ടപ്പാടിയിലെ ശിശുമരണം തുടർക്കഥയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴത്തെ ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടൊന്നും ഒരു ആത്മാർത്ഥതയും സർക്കാരിനില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആദിവാസി ഗോത്രബന്ധു പദ്ധതി ഇത്തവണയും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷവും ഇതേ പദ്ധതി തന്നെ പ്രഖ്യാപിച്ചതാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കൾക്ക് തുടരാം. ഒപ്പം ഞാൻ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നു. സാമ്പത്തികമായ സംവരണത്തിന് അടക്കമുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആദിവാസി മേഖലകളിൽ കുടുംബങ്ങളിൽ നിന്ന് ഒരാൾക്ക് ജോലി, അതുപോലെ മുന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് തന്നെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഉള്ള അംഗീകാരം, ഒപ്പമുള്ള നമ്മുടെ ഈ യാത്ര സംവിധാനങ്ങൾ ഏറ്റവും മികവുറ്റതാക്കുന്നതിന് വേണ്ടിയുള്ള ചില വിഷൻസ്, നേരത്തെ ജോസ് ടി എബ്രഹാം സാമ്പത്തിക വിദഗ്ധൻ സൂചിപ്പിച്ചതുപോലെ ചില കാഴ്ചപ്പാടുകളുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കണം, ഇതിനെല്ലാം നെഗറ്റീവായ ഒരു അർത്ഥത്തിൽ തന്നെയാണോ താങ്കൾ ഇപ്പോഴും സമീപിക്കുന്നത്? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. എനിക്ക് ഇതെല്ലാം ഈ ചോദിച്ചതിനെല്ലാം മറുപടി ഉണ്ട്. ഇവിടെ അദ്ദേഹം സാമ്പത്തിക വിദഗ്ധൻ എന്ന് പറഞ്ഞ ഇടതുപക്ഷ സഹയാത്രയും പറഞ്ഞിട്ട് പോയതും ഞാൻ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു കൊല്ലം ബൈപ്പാസിന്റെ 70% വർക്കും ഈ സർക്കാർ വന്നതിന് ശേഷം ചെയ്തത്. ആ ടെൻഡർ വിളിച്ച് ടെൻഡർ വർക്ക് അവാർഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ 30% പണിയും 9 മാസവും 5 ദിവസവും കൊണ്ട് UDF സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞു. ബാക്കി ഉണ്ടായിരുന്ന
സമയം മൊത്തം 40-30 മാസമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി ഉണ്ടായിരുന്ന 21 മാസം കൊണ്ടായിരുന്നു ബാക്കി 70% ചെയ്യേണ്ടിരുന്നത്. പിന്നീട് സമയം നീട്ടി നൽകി. ആ സമയം നീട്ടി നൽകി ഏതായാലും കഴിഞ്ഞ നവംബറിൽ പണി കഴിഞ്ഞു. ഇപ്പോൾ ഉദ്ഘാടനവും കഴിഞ്ഞു. അതിൻ്റെ വിവാദമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ആ പണി തുടർന്നു എന്നതിനപ്പുറമായി മറ്റൊന്നും നടന്നിട്ടില്ല അവിടെ. മറ്റൊന്ന് പറഞ്ഞത് വിഴിഞ്ഞത്തെക്കുറിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായിരുന്നു. ഒരു കമ്മീഷണറെ വെച്ചല്ലോ കഴിഞ്ഞ സർക്കാർ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി റിപ്പോർട്ട് വന്നപ്പോൾ. അപ്പോൾ ഇപ്പോൾ ആ വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ ബഹുക്ഷേമം എന്നാണ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ ഞാനതിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് പറഞ്ഞത്. പിന്നെ വലിയ വിഷൻ പറഞ്ഞപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ തനിയാവർത്തനം വരുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സാധാരണക്കാരെയും ഈ പറഞ്ഞ പ്രളയത്തിൽപ്പെട്ടവരെയും ഒരു ഘട്ടത്തിലും സഹായിക്കാൻ കഴിയുന്നില്ല, അവരുടെ കാര്യത്തിലേക്ക് ഇടപെടുന്നില്ല. അതിനപ്പുറമായി ഈ പറയുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇനി കരമന ബൈപ്പാസുകളുടെ നവീകരണത്തെക്കുറിച്ച് കരമന കളിക്കാവുള്ള ബൈപ്പാസ് നമുക്കറിയാമല്ലോ. ഇവിടുന്ന് കരമനയിലേക്ക് കളിക്കാവിലേക്ക് പോകുന്നത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് നടന്നതിനപ്പുറമായി എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടോ? ഒരു കാര്യവും നടന്നിട്ടില്ല. ആ റോഡ് എവിടെ വരെ എത്തി നിൽക്കുന്നു അവിടെ നിൽക്കുകയാണ്, പ്രാവശ്യമ്പലത്തിൽ നിന്ന് നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും, ഒരു കല്ല് പോലും ഇടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ സാലറി ചലഞ്ചിനെ കുറിച്ചൊക്കെ ഇവിടെ ആക്ഷേപിച്ചു. സാലറി ചലഞ്ചിനെ കുറിച്ച് ആക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായും സാലറി ചലഞ്ച് പിടിച്ചുപറിയല്ലോ. പ്രളയത്തിൽ എല്ലാവരും മനസ്സറിഞ്ഞ് അവരെ കൊണ്ടാവും വിധം പരമാവധി സഹായിച്ചതാണ്. അതിനകത്ത് അതിനെ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ MLA പറയുന്നത് അവിടെ വന്നിരുന്നിട്ട് നമ്മൾ സാലറി ചലഞ്ചിനെ അട്ടിമറിച്ചു. സാലറി ചലഞ്ചിനെ ഇഷ്ടമുള്ളവർ കൊടുക്കണമെന്നേ. അവരെ സാലറി രൂപത്തിലല്ലെങ്കിൽ പോലും എല്ലാ രീതിയിലും 1 ദിവസം ശമ്പളം കൊടുക്കാൻ പറഞ്ഞു, 3 ദിവസം ശമ്പളം കൊടുക്കാൻ, ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ കഴിയുമോ അവരവർക്ക് കഴിയുന്ന രീതിയിൽ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി ഈ പ്രളയകാലത്ത് കൂടെ നിന്നിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. അതിനകത്ത് കൃത്യമായ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ പിടിച്ചുപറിയുമായി സർക്കാർ ഇറങ്ങിയാൽ അതിനെ നേരിടേണ്ടി തന്നെ വരും. അത് കോടതി ഉൾപ്പെടെ ഇടപെട്ടല്ലോ. പ്രതിപക്ഷത്തിൻ്റെ കാര്യം പോട്ടെ, കോടതി എന്താ പറഞ്ഞത്? സാലറി ചലഞ്ച് ഇത്തരത്തിൽ സമ്മതപത്രം നിർബന്ധമാക്കാൻ കഴിയില്ല എന്ന് കോടതി വരെ പറഞ്ഞതല്ലേ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഇനി എന്തിനാ കൂടുതൽ ചർച്ചകൾ വരുന്നത്? കോടതി വരെ പറഞ്ഞു. കണ്ണൂർ എയർപോർട്ടിൽ ആയിക്കോട്ടെ, ഫൈറ്റർ ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് അവിടെ ഇറങ്ങിയല്ലോ. പിന്നെ അതിന് കെട്ടിടം പണിഞ്ഞു എന്നുള്ളതാണ് ശരിയാണ്. ഈ കണ്ണൂർ എയർപോർട്ടിനെ കുറിച്ചായാലും അതിൻ്റെ ഒന്നും പിതൃത്വം ഏറ്റെടുത്തു. നിങ്ങളുടെ കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് പറയുന്നേ. നിങ്ങളുടെ കാലത്ത് പുതുതായി ആരംഭിച്ചിട്ടുള്ള ഒരു തറക്കല്ലിട്ടുള്ള ഒരു വമ്പൻ പദ്ധതിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു നല്ല പദ്ധതിയെക്കുറിച്ച്, കേരളത്തിന് വികസനത്തിന് ഉതകുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് കഴിഞ്ഞ 3 വർഷമാകുന്നു. ഒന്ന് പറഞ്ഞേ, ഒറ്റ പദ്ധതി പറഞ്ഞാൽ മതി. സ്മാർട്ട് സിറ്റിയെക്കുറിച്ച് ഞങ്ങൾ പറയുന്നു, വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നു, കണ്ണൂർ വിമാനത്താവളത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു, പിന്നെ മെട്രോ റെയിലിനെ കുറിച്ച് പറഞ്ഞു. നിരവധി പദ്ധതികൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായെങ്കിൽ ഒരു പദ്ധതി ഈ 3 വർഷത്തിനിടയ്ക്ക് ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞ ഒരു പദ്ധതിയുടെ പേര് നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് പറയാനില്ല. അവിടെയാണ് പ്രശ്നം. പിന്നെ ഈ നവകേരളത്തെക്കുറിച്ച് നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. നവകേരളം എന്ന് പറയുമ്പോൾ നവകേരള സൃഷ്ടിയെ സംബന്ധിച്ച് നിങ്ങൾ പ്രളയത്തിന് ശേഷം ഇപ്പോൾ 5 മാസവും 10 ദിവസവും കഴിഞ്ഞിരിക്കുന്നു. ഓഗസ്റ്റ് മാസം 16-ാം തീയതിയാണല്ലോ പ്രളയം ഉണ്ടായത്. ഇതിനുശേഷം നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഒരു വൈറ്റ് പേപ്പർ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ്, ഞങ്ങളുടെ നവകേരള സൃഷ്ടി ഇങ്ങനെയാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ബ്ലൂ പ്രിൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് വരെ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുമായി പ്രളയത്തിൽപ്പെട്ട അതിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വസ്തു ഉൾപ്പെടെ നഷ്ടപ്പെട്ടവരുണ്ട് ലാൻഡ് സ്ലൈഡ് മൂലം. അവരിപ്പോഴും പല ഓഡിറ്റോറിയങ്ങളിലും കല്യാണ മണ്ഡപത്തിലും താമസിക്കുകയാണ്. അവർക്ക് എവിടെ വീട് വയ്ക്കണമെന്നറിയില്ല, അവർക്ക് എന്ന് വെച്ചു കൊടുക്കുമെന്നറിയില്ല, അവർക്ക് എവിടെയാണ് ലാൻഡ് എന്നറിയില്ല. ആ രീതിയിൽ കഴിയുന്നവരുണ്ട്. പിന്നെ 10,000 രൂപ കിട്ടാത്തവരെ കുറിച്ച് ഞാൻ ചലഞ്ച് ചെയ്യുന്നേ. മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് തന്നെ 4 താലൂക്കിൽ പോയപ്പോൾ 10,000 അപേക്ഷകളാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് 10,000 രൂപ കിട്ടാനുള്ളത് കിട്ടിയില്ല എന്ന്. എപ്പോഴാണ് 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത്? ക്യാമ്പുകൾ വിട്ട്, ദുരിതാശ്വാസ ക്യാമ്പ് വിട്ട് വീടുകളിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങളുടെ കൈവശം 10,000 രൂപ തന്നിരിക്കുമെന്ന് പറഞ്ഞിടത്ത് ഇപ്പോഴും 10,000 രൂപ കിട്ടാത്തവരുണ്ട്. പിന്നെ വനിതാ മതിലിനെ കുറിച്ച് പറയാതെ പോകാൻ നിർവാഹമില്ല. വനിതാ മതിലിനകത്ത് 50 ലക്ഷം പേര് പങ്കെടുത്തു എന്ന് പറഞ്ഞത് ഒരു പൊട്ടക്കണനും വിശ്വസിക്കില്ല, ആർക്കും മനസ്സിലാകില്ല. കേരളത്തിൽ പരമാവധി അങ്ങെത്തിച്ച് നിന്നാൽ 12 ലക്ഷം പേർക്കാണ് പങ്കെടുക്കാൻ കഴിയുക. 600 കിലോമീറ്ററായി കണക്കാക്കിയാൽ 584 കിലോമീറ്ററാണ് ആകപ്പാടെ ഉള്ളത്. അതിനെ സംബന്ധിച്ച് മനസ്സിലാവുന്ന ഭാഷയിൽ കണക്ക് ബോധ്യപ്പെടുത്തുന്നാൽ മതി. നിങ്ങൾ വട്ടത്തിലും ചുറ്റത്തിലും നിന്നല്ല പോകുന്നത്, നേരെ ഹൈവേ കൂടെ തന്നെയാണല്ലോ പോകുന്നത്. അവിടെ ഈ 584 കിലോമീറ്ററിൽ നിൽക്കാൻ എത്ര പേർ വേണം, എത്ര പേർ ഉണ്ടായിട്ടുണ്ട്, എവിടെയൊക്കെ വിടവുകൾ ഉണ്ടായിട്ടുണ്ട്, എവിടെയൊക്കെ കൂടുതൽ ആളുണ്ടായിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ നോക്കിയാലും 12 ലക്ഷം ആളുകൾ കൂടുതൽ കൃത്യമായി പോകില്ല. അതാണ് വസ്തുത. എന്നിട്ടിരിക്കുക 50 ലക്ഷം എന്ന് ഗവർണറെ കൊണ്ടുവരെ പറയിച്ചിരിക്കുന്നു. അവിടെയൊക്കെയാണ് നിങ്ങളുടെ രാഷ്ട്രീയം അതിരുവിട്ടു പോകുന്നത്. അത് പറയാതിരിക്കാൻ പോകില്ല. പിന്നെ നവോത്ഥാന മതിൽ എന്ന് പറയുമ്പോൾ അതിനെന്താ, നവോത്ഥാനത്തിൻ്റെ മീനിങ് എന്താണ്? നവോത്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ ഗുണ്ടറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിക്ഷണറി എടുത്ത് നോക്കും. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിൽപ്പെട്ട 2-3 പേര് സംഘടനകളെ പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതാണോ? പിന്നെ എന്തേ ഇന്നിപ്പോൾ മാറ്റി പറയുന്നത് നവോത്ഥാനത്തിൻ്റെ ആക്ഷൻ കമ്മിറ്റി എന്താ, സ്വാഗത സംഘം വിപുലീകരിക്കുന്നു, മറ്റ് സമുദായത്തിൽപ്പെട്ടവരെ കൂടെ ഉൾപ്പെടുത്തുന്നു.
അപ്പോൾ ആ സമുദായത്തിൽപ്പെട്ടവരൊന്നും പിന്നെ പുറകെ നടന്ന് ജില്ലകളിൽ കൂടുമ്പോൾ മാത്രം മതിയോ? അവരെ എന്തുകൊണ്ട് ഈ വനിതാ മതിലുമായി ബന്ധപ്പെടുത്തിയില്ല? അപ്പോൾ അവിടെയൊക്കെ പിന്നീട് ആ വനിതാ മതിൽ നടത്തിയതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ നവോത്ഥാന നായകനുണ്ടല്ലോ, അദ്ദേഹം തന്നെ പിറ്റേന്ന് പറയേണ്ടി വന്നില്ലേ മതിൽ പൊളിഞ്ഞു പിറ്റേന്ന്? എന്തുകൊണ്ട് അദ്ദേഹം പറയേണ്ടി വന്നത്? തലയും മുണ്ടുമിട്ട് ശബരിമലയിൽ ആളിനെ കയറ്റിയില്ലേ? അപ്പോൾ ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു പോയി. സംഘർഷവുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്? അവിടെ സംഘർഷം ഉണ്ടാക്കിയത് RSകാരാണെങ്കിലും കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? പക്ഷേ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ, പേരാമ്പ്ര പള്ളിക്ക് കല്ലെറിഞ്ഞതിന്റെ പേരിൽ. ആ FIR ഒന്ന് വായിച്ചാൽ മാത്രം മതി. FIR വളരെ വ്യക്തമായി പറയുന്നു. നിങ്ങളുടെ പോലീസാണല്ലോ FIR ഇട്ടത്. വർഗീയ കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ആ പള്ളിയെ ആക്രമിച്ചിരിക്കുന്നു. ഇപ്പുറത്തെ പന്തളത്ത് മുഖ്യമന്ത്രി മുൻകൂട്ടി പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് അറിയോ? ഞാൻ പറഞ്ഞത് അല്ലാതാകുമോ? മുഖ്യമന്ത്രി മുൻകൂട്ടി പറഞ്ഞു. താങ്കളുടെ നിരീക്ഷണങ്ങളെല്ലാം പ്രസക്തമാണ്. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാം, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കൂടി. പ്രിയനന്ദൻ്റെ നേരെ ആക്രമണം നടന്ന വിവരം ഇപ്പോൾ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് നേരെ ഭീഷണി നേരത്തെ ഒരു വിഭാഗം ഉയർത്തിയിരുന്നു. നമ്മുടെ കേരളത്തിൽ എത്രമാത്രം അസഹിഷ്ണുത വളർന്നു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. അദ്ദേഹം അറിയപ്പെടുന്ന കലാകാരനും നാട് ആദരിക്കുന്ന വ്യക്തിയുമാണ്. ഉൽപ്പതിഷ്ണുക്കൾക്ക് ജീവന് ഭീഷണി ഉയരുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതെല്ലാം സംഘപരിവാറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ പ്രത്യേക പ്രശ്നം എന്താണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നുണ്ടായ പ്രശ്നം എന്താണെന്നുള്ളത് അത് ഗൗരവമായി തന്നെ നടപടികൾ സ്വീകരിക്കും. കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവവും പ്രോത്സാഹിപ്പിക്കപ്പെടില്ല. ശക്തമായ നടപടികൾ അതിനെതിരെ ഉണ്ടാവും. അക്കാര്യത്തിൽ സമൂഹം ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കേരള സഭ ധൂർത്താണെന്ന് പ്രതിപക്ഷം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. നിങ്ങളുടെ ചില പ്രസിദ്ധീകരണങ്ങൾ അങ്ങനെ ചില വാർത്തകൾ കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. അത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഉള്ളൊരു പ്രതികരണമാണത്. കേരള സഭ എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ഭാവി വികസനത്തിന് വലിയ സംഭാവന ഒരുക്കുന്നൊരു വേദിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് പല പുതിയ അറിവുകളും വന്നിട്ടുണ്ട്. നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒട്ടേറെ പുതിയ വിജ്ഞാനങ്ങളും അറിവുകളും ശേഷികളുമുണ്ട്. ഇതൊക്കെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയണം. അപ്പോൾ ഇക്കാര്യത്തിൽ ഒട്ടേറെ രാജ്യങ്ങളിൽ മലയാളികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ ഇതുപോലുള്ള പ്രധാന സ്ഥാനങ്ങളിലിരിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അവർക്ക് നമ്മുടെ നാടിൻ്റെ വികസന കാര്യത്തിൽ ഈ അറിവ് പകർന്നു നൽകാൻ കഴിയും. നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല നിലക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കേരള സഭ ചേർന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു റീജിയണൽ സമ്മേളനം ചേരണമെന്ന് അന്ന് തന്നെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ റീജിയണൽ സമ്മേളനം എന്ന നിലക്ക് UAE വെച്ച് ചേരുന്നത്. UAE സമ്മേളനം ചേരുന്നുവെന്ന് കേട്ടപ്പോൾ സർക്കാർ കാര്യമായതുകൊണ്ട് അതിന് സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ചിലവുണ്ടാകുമല്ലോ എന്നുള്ള ഊഹത്തിൽ അത് പിന്നെ ദൂർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നൊരു നിലയാണ് ഉണ്ടായത്. പക്ഷേ ഇക്കാര്യത്തിൽ പ്രത്യേകമായി സർക്കാർ പൈസ ചെലവിടുന്നില്ല. ഇതിൻ്റെ സംഘാടനം, അതിൻ്റെ ആതിഥേയത്വം അവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റിയാണ് വഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പൂർണ്ണ ചെലവ് അവർ തന്നെ വഹിക്കുകയാണ്. അതിൻ്റെ പരിപാടികൾ, ഹാള് പരിപാടി, മറ്റ് കലാപരിപാടി ഒക്കെ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ ചെലവും അവരാണ് വഹിക്കുന്നത്. നമുക്ക് തീരെ ചിലവില്ലാതെ വരില്ല. ഇപ്പോൾ ഞാൻ പോകുന്നുവെങ്കിൽ എൻ്റെ യാത്രാ ചെലവ് ഇവിടുന്ന് ഗവൺമെൻറ്റാണ് വഹിക്കുക. പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രാ ചെലവ് ഗവൺമെൻറ്റാണ് വഹിക്കുക. അങ്ങനെയുള്ള ചിലവുകളുണ്ടാവും. അതിനപ്പുറം ഒരു ചിലവും ഇതിനില്ല. അതൊന്നും ഒരു ധൂർത്തായിട്ട് പരിഗണിക്കേണ്ടതുമല്ല. ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ
ആക്ഷേപിക്കാനുള്ളൊരു പ്രവണതയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ആക്ഷേപിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതാണ് നല്ലത്. പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് പറഞ്ഞ കാര്യം, അദ്ദേഹം ഈ പരിപാടിക്ക് എതിരെയല്ല, ഈ പരിപാടി നടക്കണമെന്ന അഭിപ്രായക്കാരനാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം ഇതിന് തൊട്ടടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ UAE-യിൽ വരാൻ അദ്ദേഹത്തിന് വിഷമമുണ്ട്. അത് പിന്നീടാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹമായിരിക്കില്ല ചിലപ്പോൾ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് എന്നാലും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അഥവാ പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട മറ്റൊരാൾ പങ്കെടുക്കുന്ന നിലയുമുണ്ടാകും. അതാണ് അതിനകത്തുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഒരു വിയോജിപ്പ് പ്രതിപക്ഷത്തിനോ പ്രതിപക്ഷ നേതാവിനോ ഉണ്ട് എന്ന് ആരും കണക്കാക്കേണ്ടതായിട്ടില്ല. ഇതാണ് അതിൻ്റെ വസ്തുത. ബാക്കി നമുക്ക് ഏതായാലും നമ്മുടെ ചർച്ചയിലേക്ക് തിരികെ വരികയാണ്. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കാൻ കുറച്ച് സമയം കൂടിയാണ് ബാക്കിയുള്ളത്. നവകേരള നയവുമായി ബന്ധപ്പെട്ട ചർച്ച പൂർത്തിയാകുമ്പോൾ അബ്ദുൽ ഖാദറിലേക്ക് എത്തുന്നു. അബ്ദുൽ ഖാദർ, ഏതായാലും നിരവധിയായ ചില വിമർശനങ്ങൾ ജ്യോതികുമാർ ചമക്കാല ഇവിടെ ഉയർത്തിയിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷം വളരെ രാഷ്ട്രീയമായ വിമർശനങ്ങളാണ്. അതിന് മറുപടി വേണം. പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ചുകൂടി വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട്. അത് ഈ തൃശ്ശൂരിൽ നടക്കാൻ പോകുന്ന അന്താരാഷ്ട്ര സാഹിത്യ ഉത്സവത്തിനെ സംബന്ധിച്ചും അതുപോലെ ചില വളരെ സാംസ്കാരികമായി ബന്ധപ്പെട്ട നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില ക്രിയാത്മകമായ ചില പദ്ധതികളുണ്ട്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്, കേരളത്തിന്റെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അങ്ങനെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വേറിട്ട കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച നയപ്രഖ്യാപനം എന്ന നിലയിലുള്ളൊരു നിരീക്ഷണം ഇതിനോടകം വന്നിട്ടുണ്ട്. അക്കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി പൊതുസമൂഹത്തിന് കൂടുതൽ അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ട്. തീർച്ചയായും താങ്കൾ ഈ ജ്യോതികുമാർ ചമക്കാല ഉയർത്തിയ ആരോപണങ്ങൾക്കും അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കും കടന്നാൽ നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അബ്ദുൽ ഖാദർ MLA. രണ്ട് മുന്നണികളുടെ ഭരണം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2011 മുതൽ 16 വരെ കേരളം കണ്ട ഭരണം, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഭരണം ഏതെല്ലാം മേഖലകളിൽ അപഹാസ്യമായ തലത്തിൽ പോയിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഗവേണൻസും ഒക്കെ ഏത് തരത്തിൽ പോകുന്നു എന്നുള്ളതും ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ കേരളത്തിൽ ഓരോ ഗവൺമെൻറ്റുകളും തുടർച്ചയാണ്. ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം എടുക്കാം. കണ്ണൂർ വിമാനത്താവളം മൂർഖൻ പറമ്പായി കിടന്ന സ്ഥലം ആരാണ് 200 ചില്ലുവാൻ ഏക്കർ എടുത്തു കൊടുത്തത്? VS ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ശേഷം വന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി, ശരിയാണ്. പക്ഷേ ഈ ഗവൺമെൻറ് വന്ന ശേഷമാണ് അതിന് നിർണായകമായ പ്രവർത്തനങ്ങൾ നടത്തിയതും അതൊരു എയർപോർട്ടായിട്ട് അതിന് റൺവേ ഉൾപ്പെടെ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തത്. എല്ലാ പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും കാര്യത്തിൽ അതുതന്നെയാണ്. ഗെയിൽ എന്തായിരുന്നു സ്ഥിതി? ഗെയിൽ ആരംഭിച്ചു, തുടങ്ങി വെച്ചു എന്നുള്ളത് ശരിയാണ്. ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിരുന്നില്ല. ദേശീയ ജലപാത മുന്നോട്ട് പോയിരുന്നില്ല. അതെല്ലാം പൂർത്തീകരിക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ഓരോ മേഖലകളിലും, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യം, സ്കൂളുകളുടെ നവീകരണം, പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം, ആശുപത്രി മേഖലയിൽ, അപ്പോൾ ഓരോ മേഖലയിലും ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രളയാനന്തരം കേരളത്തെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ആൾക്ക് 10,000 രൂപ കിട്ടിയില്ല എന്നുള്ളതല്ല, 10,000-കണക്കിന് ആളുകൾക്ക് 10,000 രൂപ കിട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് അദ്ദേഹം വിസ്മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കേരളത്തിൽ ഈ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് കേരളത്തിലെ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യം ഓരോരോ കാര്യങ്ങൾ എടുത്തിട്ട് ഇവിടെ പിന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. പിന്നെ എന്താണ് നവോത്ഥാനം? നവോത്ഥാനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം പങ്കുള്ളതാണ് എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കൂടി പങ്കുള്ളതാണ് നവോത്ഥാന പോരാട്ടങ്ങൾ. പക്ഷേ ആ നവോത്ഥാന പോരാട്ടങ്ങളുടെ പാരമ്പര്യമുള്ള പാർട്ടി ഈ സമീപകാലത്ത് സ്വീകരിച്ച നിലപാട് നവോത്ഥാനത്തിന് ചേരുന്നതായിരുന്നില്ല. അങ്ങനെ ഒരു വസ്തു നിലനിൽക്കെ ഈ നവോത്ഥാന മുദ്രാവാക്യം മുഴക്കുന്ന മുഴുവൻ തെറ്റാണ് എന്ന് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾ പറയുന്നതാണ് വിചിത്രമായിട്ടുള്ള കാര്യം. പിന്നെ മതിലിൽ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗവൺമെൻറ് ഇപ്പോൾ പുതിയ കാഴ്ചപ്പാട് എന്നുള്ള നിലയിൽ ഒരു അന്താരാഷ്ട്ര സാഹിത്യ സമ്മേളനം സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ചേരുന്നു. ഇപ്പോൾ കേരളം സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഇപ്പോൾ മുന്നണികൾ മാറി മാറി വരുമ്പോഴും അതൊന്നും പൂർണ്ണമായിട്ടും മാറ്റിയെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നേരത്തെ ആരംഭിക്കുകയും അത് ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന സംസ്ഥാന കേരളമാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര സാഹിത്യ സമ്മേളനം കേരളത്തിൽ ആരംഭിക്കുന്നു. കേരളത്തിൻ്റെ ഗവൺമെൻറ്റുകളെ തുടർച്ചയുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത്
അത് കേരളത്തിന് നേട്ടമായിരിക്കും. സാംസ്കാരിക രംഗത്ത് നമ്മുടെ നവോത്ഥാന പാരമ്പര്യങ്ങളും പുതിയ ചലനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രീ പ്രിയനന്ദന് നേരെയുള്ള ആക്രമണം, നേരത്തെ കർണാടകയിൽ കൽബുർഗിക്കും അതുപോലെ ഗൗരി ലങ്കേഷിനും ഒക്കെ എതിരായിട്ട് നടന്ന ആക്രമണങ്ങൾ, ഇതെല്ലാം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അത്തരമൊരു ഇരുണ്ട സാംസ്കാരിക ഭൂമികയിൽ കേരളത്തിലെ പുരോഗമന നവോത്ഥാന ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരിക മേഖലയിൽ നല്ല ഇടപെടൽ ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ അന്താരാഷ്ട്ര സമ്മേളനം പോലെയുള്ള കാര്യങ്ങൾ വരുന്നു. പ്രവാസി രംഗത്ത് ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒട്ടേറെ നല്ല കാര്യങ്ങൾ. VS ആണ് ആദ്യമായിട്ട് പെൻഷൻ കൊണ്ടുവരുന്നത്, 500 രൂപയായിരുന്നു. 5 വർഷം ശ്രീ ഉമ്മൻചാണ്ടി ഭരിച്ചു. KMCCക്കും അതുപോലെ കോൺഗ്രസിൻ്റെ പ്രവാസി സംഘടനക്കൊക്കെ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഗവൺമെൻറ് ആയിട്ട് കൂടി പെൻഷൻ വർദ്ധിപ്പിക്കാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കഴിഞ്ഞില്ല. നിയമസഭയിൽ ഞാൻ 2-3 വട്ടം സബ്മിഷനും അടിയന്തര പ്രമേയം അവതരിപ്പിച്ച വിഷയമാണ്. ശ്രീ പിണറായി വന്നപ്പോൾ അത് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. ലോക കേരള സഭ ആരംഭിച്ചു. ആ തലത്തിൽ ഇപ്പോൾ ഡിവിഡൻഡ് പെൻഷൻ ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു പുതിയ ആശയമാണ്. ഒരു ഡിവിഡൻഡ് പെൻഷൻ പദ്ധതി പുതിയതായിട്ട് ആരംഭിക്കുന്നു. ആ നിലയിൽ സർഗാത്മകമായ ഭാവനാപൂർണമായ ഒരു കാഴ്ചപ്പാട് ഉള്ള ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനമാണ് ഗവർണർ നടത്തിയത് എന്നുള്ളത് ഓരോ കാര്യങ്ങളിലും വളരെ വളരെ സുവ്യക്തമാണ്. ശ്രീ അബ്ദുൽ ഖാദർ, ഈ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും ജനമൈത്രിയാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൂടി നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് എന്ന് കൂടി സൂചിപ്പിച്ച് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. പോലീസ് സ്റ്റേഷനുകൾ നവീകരണം ഞാൻ നേരത്തെ പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകൾ ജനാഭിമുഖ്യമുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ളത് കേരളത്തിൽ ആരംഭിച്ചൊരു പ്രക്രിയയാണ്. അത് തുടരും എന്ന് തന്നെയാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പോലീസിംഗ് സംവിധാനം കാര്യക്ഷമമാക്കുക, പോലീസിനെ ആധുനികവൽക്കരിക്കുക, അതോടൊപ്പം ജനാഭിമുഖ്യമുള്ള സേനയാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടും ഈ നയപ്രഖ്യാപനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും ഗവർണറുടെ നയപ്രഖ്യാപനം 14ാമത് നിയമസഭാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കാതലായ വശങ്ങളും അതിന്റെ പ്രതിപക്ഷത്തിൻ്റെതായ ആരോപണങ്ങൾ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ച ജ്യോതികുമാർ ചമക്കാല, കോൺഗ്രസ് നേതാവ്, ഒപ്പം ജോസ് ടി എബ്രഹാം, സാമ്പത്തിക വിദഗ്ധൻ, അബ്ദുൽ ഖാദർ MLA, ഗുരുവായൂർ MLA ആണ് അദ്ദേഹം. ഏതായാലും വളരെ പോസിറ്റീവായി KN ഗംഗാധരൻ അടക്കമുള്ള ആളുകൾ വളരെ പോസിറ്റീവായി തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മളോട് ചർച്ചയിൽ പങ്കുചേർന്നത്. തീർച്ചയായും എതിരഭിപ്രായങ്ങൾ ഉണ്ട്, പോസിറ്റീവായി തന്നെ കാര്യങ്ങൾ കണ്ടിട്ടുമുണ്ട്. ഏതായാലും നയപ്രഖ്യാപനത്തിൽ വളരെ വേറിട്ട് നിൽക്കുന്ന ചില സാംസ്കാരിക പിൻബലമുള്ള വാക്കുകൾ, നിരീക്ഷണങ്ങൾ ഉണ്ട്. അത് വളരെ പുരോഗമനപരമായി തന്നെ കേരളം ഏറ്റെടുക്കട്ടെ, കേരളത്തിലെ ഗവൺമെന്റിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഘട്ടത്തിൽ അങ്ങനെ കൂടി ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ചർച്ചയ്ക്ക് ഒരു ഇടവേളയിലേക്ക് പോകും. മുന്നോക്ക സമുദായങ്ങൾക്ക് സാമ്പത്തിക സംവരണം നൽകുന്നതിന് പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതിക്കെതിരെയുള്ള ഹർജികളിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്ക് ശേഷം കോടതി ഹർജി വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന്റെ മറുപടി കേട്ട് കൂടുതൽ വാദം കേൾക്കാമെന്ന് നിരീക്ഷിച്ച കോടതി ഭരണഘടനാ ഭേദഗതി അടിയന്തരമായി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. യൂത്ത് ഫോർ ഇക്വാലിറ്റിക്ക് പുറമെ ജീവൻ കുമാർ, വിപിൻ കുമാർ, ഭാരതീയ പവൻ എന്നിവർ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് സജീവ് ഖന്ന എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സംവരണത്തിന് സാമ്പത്തിക പിന്നോക്കാവസ്ഥ മാനദണ്ഡമാക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ഹർജിയിലെ പ്രധാന വാദം. ശബരിമല യുവതീ പ്രവേശത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് ഗവർണർ. ലിംഗനീതിക്കും നവോത്ഥാനത്തിനും വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് ഇതെന്നും ഗവർണർ ജസ്റ്റിസ് P. സദാശിവം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. Justice. Supreme Court ordered that preventing the entry of women in a particular age group to Sabarimala temple is unconstitutional. My government is duty bound to implement the judgment and uphold our constitution.